എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിൻ ആനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. ചേർന്നരുൾക, അരുൾക, അരുൾക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതായ പദവികളും, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതായ പദവികളും അടിയാൻ അടിയാൻ തിരിച്ചറിവാ. അപ്പനെ അപ്പനെ ബുദ്ധിയെ തെളിക്ക, അടിയാനും തിരിച്ചറിവാ. അപ്പനെ ബുദ്ധിയെ തെളിക്ക. ചേർന്ന് പാടാമോ? അരുക, അരുക, അരുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, നിന്റെ മക്കൾക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എൻ്റെ ആയുസിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുക. നമുക്കൊന്ന് ശബ്ദം ഉയർത്തി, എൻ്റെ ആയുസിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുക. ആശയോടേശുവേ, എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. ആശയോടെ, ആശയോടേശുവേ, എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. അരുക, അരുക, അരുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, കർത്താവേ, ഇതിന്റെ ദാസങ്ങൾ അവനെ സ്വീകരിച്ചവരൊക്കെ ഒന്ന് പാടിക്കും. എന്നിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പാടിക്കും. കർത്താവേ, ഇതിന്റെ ദാസങ്ങൾ അരുൾക. ജനം ചേർന്ന് അരുൾ. ഒരിക്കൽ കൂടി ഒന്ന് ശബ്ദം ഉയർത്തി, അരുൾക, അരുൾക. ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, നിന്റെ ദാസങ്ങൾ ദിവ്യഗീതത്തെ നീ കാട്ടുക. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, നമുക്കൊരുമിച്ച്
ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ മഹാദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. 3 പദങ്ങളാണ് ആ വാചകത്തിലുള്ളത്. മാനസാന്തരം, യോഗ്യമായ, ഫലം കായ്ക്കുക. അതിൽ 2ാമത്തെ പദമാണ് എനിക്ക് തന്നിരിക്കുന്നത്, യോഗ്യമായ. എന്താണ് മാനസാന്തരത്തിന് യോഗ്യത? പഴയ നിയമത്തിൽ നിന്ന് ഞാനൊരു വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിനവൻ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവർ എൻ്റെ മുന്തിരിത്തോട്ടത്തിനും എനിക്കും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? കർത്താവിന് സ്തോത്രം. ഫലം കായ്ക്കുക, യോഗ്യമായ ഫലം കായ്ക്കുക. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യോഗ്യമായ എന്ന പദം ഏറ്റവും കൂടുതൽ പറയാറുള്ളത് വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പെണ്ണും ചെറുക്കനും തമ്മിൽ യോജിക്കുമോ എന്ന ഒരു വലിയ ആശയക്കുഴപ്പമൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ പ്രവാചകൻ പറയുന്നത്. കാരണം ഞാനൊരു പ്രേമഗീതം പാടാൻ പോവുകയാണ്. സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ഗീതം പാടാൻ പോവുകയാണ്. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് പാടാൻ ആഗ്രഹിച്ചിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതൊരു വിലാപഗാനമായിട്ടാണ് അവസാനിക്കുന്നത്. കാരണം പ്രേമഗീതം പാടി സന്തോഷിക്കാൻ കഴിയാത്ത തരത്തിലായിപ്പോയി ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയപ്പോൾ. യഹോവയാം ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായ ആ നല്ല ജീവിതം ആഗ്രഹിക്കത്തക്ക ലെവലിൽ പോകാതെ വന്നപ്പോൾ 8 മുതലുള്ള വാക്യങ്ങളിൽ അതൊരു വിലാപഗീതമായി മാറി. അയ്യോ കഷ്ടം എന്ന് പറയുന്ന തരത്തിൽ അനേക കാര്യങ്ങൾ പ്രവാചകൻ അവരെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങി. അതിൻ്റെ കാരണം ഫലം ഇല്ലാതെ പോയി എന്ന ഒരു പ്രത്യേക കാരണത്താലാണ്. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ കാണുന്ന ഒരു വലിയ താല്പര്യമാണ് ഫലം എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഫലവത്തായ ഒരു തോട്ടത്തിനകത്താണ് ആക്കിയത്. വേണ്ട ഫലങ്ങളെല്ലാം ഇഷ്ടം പോലെയുള്ള ഒരു ഫലം, ഒരു തോട്ടം. അതുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ചും ദൈവം ഒരു തോട്ടമെന്നാണ് പറഞ്ഞത്. സഭയെക്കുറിച്ചും ഒരു തോട്ടമെന്നാണ് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു തോട്ടമായിരിക്കണമെന്നാണ്. ഞാനെന്ന് പറയുന്ന ഒരു തോട്ടം. ആ തോട്ടത്തിനകത്ത് എൻ്റെ പ്രിയനെ ആഗ്രഹിക്കത്തക്കതായ ഫലങ്ങളൊക്കെ കായ്ച്ച് ഉലഞ്ഞ് എൻ്റെ പ്രിയനെ എന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു തോട്ടമായിട്ട് എൻ്റെ ജീവിതം ആയി കാണാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ട ഓരോരോ കാര്യങ്ങളാണ് കർത്താവ് ഈ വേദഭാഗങ്ങളിൽ ചെയ്യുന്നത്. ഈ വേദഭാഗം നോക്കിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തോട്ടത്തിൽ
ഫലം കായ്ക്കാത്ത വൃക്ഷം ഒന്നുമില്ല എന്നാണ് ദൈവം പറയുന്നത്. ഒരു വൃക്ഷം എൻ്റെ തോട്ടത്തിലാണെങ്കിൽ അതിൽ ഫലമുണ്ട്, എൻ്റെ തോട്ടത്തിലല്ലെങ്കിൽ അതിൽ ഫലമില്ല. എന്നിൽ ജീവിക്കുന്നെങ്കിൽ, എന്നോടടുപ്പമുണ്ടെങ്കിൽ, എന്നിൽ വളരുന്നെങ്കിൽ ഫലവത്തായതായിരിക്കും ആ വൃക്ഷം. അല്ല എങ്കിൽ ആ വൃക്ഷം ഫലവത്തല്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതമായാലും സഭയുടെ ചരിത്രമായാലും നമ്മൾ നോക്കിയാൽ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ മക്കൾക്ക് പല പ്രാവശ്യം ദൈവത്തിങ്കിൽ നിന്ന് അടി കിട്ടിയവരാണ്. പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1, 2, 4 ഒന്നുമല്ല. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര അടിയാണ് കിട്ടിയത്. 721 ഭയങ്കര അടി കിട്ടി. അടി കിട്ടിയപ്പോൾ പറഞ്ഞു, ഇനി മേലാൽ അടി മേടിക്കാതെ ജീവിക്കാൻ എന്തെല്ലാം ചെയ്യണമോ അത് മുഴുവൻ ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞൊരു വലിയ മാനസാന്തരമുണ്ട്. 586 അതിനെക്കാട്ടി വലിയ അടി കിട്ടി. വീണ്ടും തീരുമാനമെടുത്തു, ഇനിയും ഞങ്ങൾക്കിതുണ്ടാകരുത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ആലയം പണിതപ്പോൾ വീണ്ടും തീരുമാനമെടുത്തു, പണ്ടത്തെ അനുഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത്. പ്രവാചകനായ ഹഗായി സെഖരിയാവ് സംസാരിച്ചു, അന്നേരവും തീരുമാനമെടുത്തു, ഇനിമേൽ ഞങ്ങൾക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടാകരുത്. പക്ഷേ 40 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴാണ് മലാഖി പ്രവചിക്കുമ്പോൾ പണ്ടത്തേൻ്റെ പിന്നത്തേതാണെന്നാണ് അവിടെ നമ്മൾ പിന്നെയും കാണുന്നത്. അങ്ങനെ 480 മലാഖി പ്രവചിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് 507 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് യോഹന്നാൻ സ്നാപകൻ ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിക്കുന്നത്. അത്രയും 507 വർഷം ക്യാനോനികമായ അരുളപ്പാടുകൾ ദൈവം കൊടുക്കാതെ ഇരുന്നു. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ അരുളപ്പാടുകൾക്കും ദൈവശബ്ദത്തിനും ഒരു കുറവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന ശിമിയോനെ കുറിച്ചും ദൈവാലോചന പ്രകാരം ആലയം വിട്ടുപോകാതെ പ്രവാചക ശുശ്രൂഷയും ദൈവശബ്ദവും കേട്ട് മറ്റുള്ളവർക്കത് പ്രയോജനകരമാക്കി കൊടുക്കുന്ന ഹന്ന എന്ന പ്രവാചകയും, അങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന അനേകർ ചരിത്രത്തിലുടനീളം ഉണ്ടായിരുന്ന കാനോനിക ശബ്ദം 507 വർഷങ്ങളില്ലായിരുന്നു. അതിനുശേഷം ഉണ്ടായ ശബ്ദമാണ് ഈ ദൈവദാസൻ്റെ ശബ്ദം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനിയും ഞങ്ങളുടെ ജീവിതം ഫലകരമാകാതിരിക്കരുത് എന്നാവർത്തിച്ചാവർത്തിച്ച് തീരുമാനിച്ചിട്ടും ജീവിതം ഫലമില്ലാതായി പോയത്? സ്വന്തം കണ്ണാലെ കണ്ട് ഇനിയും ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകരുതെന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ പിന്നാലെ സമർപ്പിച്ച ഈ ദൈവമക്കൾക്ക് പിന്നെയും പിന്നെയും ഫലവത്താകാതെ പോയി. യേശു കർത്താവിൻ്റെ കാലത്ത് കർത്താവും യോഹന്നാൻ സ്നാപകനും വളരെ ശക്തിയോടെ അവരോട് സംസാരിച്ചു. എന്നിട്ടും AD 70 ഭയങ്കര അടി കിട്ടി. അന്നേരം വീണ്ടും മാനസാന്തരപ്പെട്ടു. വീണ്ടും 135 അടുത്ത ഭയങ്കര അടി കിട്ടി. അന്ന് റോമൻ സാമ്രാജ്യം കൽപ്പന പുറപ്പെടുവിച്ചു, മേലാൽ 10 യഹൂദൻ പോലും പാലസ്തീൻ നാട്ടിൽ കാലുകുത്തിയേക്കരുത്. അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ 134 അവർ ചിതറപ്പെട്ടു പോയത്. അപ്പോൾ എത്ര പ്രാവശ്യം ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ച് മാനസാന്തരപ്പെട്ടിട്ടും അതിൽ നിലനിൽക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം എന്താണ്? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഞാൻ പ്രേമഗീതം പാടും. എന്താണ് പാടാൻ കാര്യം? ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സഭയെപ്പോലെ ഫലവത്തായത് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന
എനിക്കും നിങ്ങൾക്കും ഫലവത്തായ കുന്നിന്മേൽ സമൃദ്ധിയോടെ ജീവിക്കത്തക്കതായ ആരാധനാലയങ്ങൾ, ഇഷ്ടമുള്ള സഭകൾ, നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള പ്രസംഗകന്മാർ, ശുശ്രൂഷകന്മാർ, ഇതൊക്കെയുള്ള ഫലവത്തായ കുന്നിന്മേൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ളത് വേണോ അതെല്ലാം എപ്പോഴും കയ്യിലിരിക്കത്തക്കവണ്ണം ഫലവത്തായ കുന്നിന്മേൽ ഒരു തോട്ടം. അതിന് വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞു, സംരക്ഷിക്കുന്നു. ദൈവം പരിപാലിക്കുന്നു. കല്ല് പെറുക്കിക്കളഞ്ഞു. ഫലം കായ്ക്കുന്നതിന് തടസ്സമായത് എന്തൊക്കെ ഈ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലുണ്ടോ അത് മുഴുവനും ദൈവം പെറുക്കി വെളിക്കളഞ്ഞു. ഇസ്രായേലിനെ കൊണ്ടുവന്ന് നട്ടപ്പോഴും പെരിസ്യർ, ഹിവ്യർ, അമോര്യർ, ഹിത്യർ ഇങ്ങനെയൊക്കെയുള്ള കല്ലുകളെല്ലാം പെറുക്കി വെളി കളഞ്ഞിട്ടാണ് ഫലവത്തായ കുന്നിന്മേൽ, നല്ലവണ്ണം ഫലം കായ്ക്കുന്ന കുന്നിന്മേൽ ഏറ്റവും മെച്ചമായ തൈ കൊണ്ട് നട്ടത്. ഇന്നും ഇതുപോലെ ഫലവത്തായി വളരുന്നതൊന്നും പ്രപഞ്ചത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതാണ് കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത്. അതിന് വേലി കെട്ടി, നല്ല വക മുന്തിരിവള്ളി, ഗോപുരം പണിതു, ചക്കിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അതാണ് നമ്മുടെ വിഷയം. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വേലി പൊളിച്ചു കളഞ്ഞു. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, 4 വേലി ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവാഭക്തൻ. ഈ വേലിയെല്ലാം ആ മനുഷ്യൻ്റെ ചുറ്റും ഇരിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംരക്ഷണങ്ങളോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവചനം വായിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വേലിക്കെട്ടുകളാണ് ദൈവം ഒരു ദൈവവൈതലിന് ഈ ലോകത്തിൽ തന്നിരിക്കുന്നത്. എന്നാൽ ഫലം കായ്ക്കാത്ത ഒരു സ്ഥിതി വന്നു കഴിയുമ്പോൾ വേലി പൊളിച്ചു കളയുന്നു. വേലി സുരക്ഷിതത്വമില്ലാത്ത ആത്മീക ജീവിതത്തിൻ്റെ ഉടമകളായി ജീവിക്കുന്നവർ, ഫലമില്ലാത്ത എല്ലാ ജീവിതങ്ങളുടെയും വേലി ദൈവം പൊളിച്ചു കളയുന്നു. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും? ഞാൻ നിങ്ങളോടത് അറിയിക്കാം. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, അതിൻ്റെ മതിൽ ഇടിച്ചു കളയും. ദൈവം പ്രമാണങ്ങളെ കൊണ്ട് വേലി കെട്ടി, വചനത്തെ കൊണ്ട് വേലി കെട്ടി, കൽപ്പനകളെ കൊണ്ട് വേലി കെട്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായ ജീവിത ശൈലിയും ആത്മീകമായ അനുഭവങ്ങളും കൊണ്ട് ദൈവം നമ്മെ വേലി കെട്ടി. ഇങ്ങനെ ജീവിക്കണം, ഇതുപോലെ ജീവിക്കണം, ഇത് ഭക്ഷിക്കണം, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഈ രീതിയിൽ സംസാരിക്കണം, ഹൃദയത്തെ ഇങ്ങനെ സൂക്ഷിക്കണം. ഇതെല്ലാം കൊണ്ട് ദൈവം നമ്മെ വേലി കെട്ടി. ക്വാളിറ്റി കുറഞ്ഞതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിലില്ല. ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഞാനും നിങ്ങളും സന്തോഷിക്കണം, ആനന്ദിക്കണം എന്ന രീതിയിൽ വേണ്ടതെല്ലാം ദൈവം ചെയ്തു. എന്നാൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ കഠിനാധ്വാനം ചെയ്ത ഈ കൃഷിക്കാരൻ വളരെ വേദനയോടെ വിലപിക്കുന്ന വിലാപമാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാകാം, ദൈവം അധ്വാനിച്ചാലും ഫലം കിട്ടാതെ പോകുമോ? ദൈവം അധ്വാനിക്കേണ്ടതെല്ലാം ദൈവം ചെയ്തു എന്നാണ് ഇവിടെ വായിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷിക്കാരെ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട്
ഇനിയും എന്ത് ചെയ്യാനുള്ളൂ? ഇതേ കാര്യം ദൈവം എന്നോട് ചോദിക്കുക, ജോസേ, നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യാനുണ്ട്? നിൻ്റെ ആത്മീക വർധനവിന് വേണ്ടി, നീ ഫലം കായ്ക്കുന്നതിന് വേണ്ടി, നീ ദൈവത്തിന് കൊള്ളാകുന്നവനാകാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഞാൻ നിനക്ക് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും കുറവ് നിനക്ക് പറയാനുണ്ടോ? അപ്പം ദൈവം ഇതേ കാര്യം എല്ലാവരോടും ചോദിക്കും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ഞാൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? എല്ലാം ഞാൻ ചെയ്തു. 3-ാം വർഷം തന്നെ ഫലം കായ്ക്കത്തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടും ഫലം കായ്ച്ചപ്പോൾ സോദോമിലെയും ഗോമോറയിലെയും ഫലമാണ് ഇതിനുണ്ടായത്. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദൈവത്തിൻ്റെ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണങ്ങളോടെ ദൈവത്തിൻ്റെ പരിപാലനങ്ങളോടുകൂടെ എല്ലാം ജീവിച്ചിട്ടും ഫലം കായ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ദോഷകരമായ ഫലം, കയ്ക്കുന്ന ഫലം, പുളിക്കുന്ന ഫലം ഉണ്ടാകും. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 തരത്തിലുള്ളതായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ആത്മാവിൻ്റെ ഫലം. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു. നമ്മുടെ കർത്താവും വളരെയധികം പറഞ്ഞു, ജീവിതം ശുശ്രൂഷയാകുന്ന ഫലം. ഇത് രണ്ടും നമ്മുടെ ഫലങ്ങളാണ്. യേശു കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞു, വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്, വൃക്ഷം ചീത്തയെങ്കിൽ ഫലവും ചീത്ത. അപ്പോൾ നമ്മോട് പറയുന്നു, വൃക്ഷം, ഫലം. എന്നാൽ വൃക്ഷം വളരുന്നതിനനുസരിച്ച് ഫലങ്ങൾ ശാഖകളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ചില വൃക്ഷങ്ങളെ നോക്കിയാൽ ഫലം ഉണ്ടാകാറില്ല, അതിൻ്റെ വൃക്ഷം വളർന്നു വരുന്നതേ ഉള്ളൂ. ഫലം ഉണ്ടാകേണ്ടതെല്ലാം വൃക്ഷത്തിൻ്റെ തായ്തടിയിലേക്കങ്ങ് വന്നിട്ട് അതിൻ്റെ തായ്തടിയുടെ ശക്തി വർദ്ധിക്കുക, ഫലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ദൈവമക്കളെ കാണാം. ഫലത്തിലേക്ക് പോകേണ്ട ഊർജം ഫലം കായ്ക്കേണ്ടതിന് പകരം തായ്തടിയിലേക്ക് വരുന്നു. തക്കതായ ഫലം കായ്ക്കുക, തക്കതായ ഫലം, യോഗ്യമായ ഫലം. അവിടെ ആ യോഗ്യമായ എന്നുള്ള പദം ഒരു ത്രാസിൻ്റെ 2 തട്ടത്തിലേക്കുറിച്ചുള്ളതാണ്. ബാലൻസിൻ്റെ 2 സൈഡ്. 5 കിലോ അതിന് യോഗ്യമായ, തത്തുല്യമായ, മനസാന്തരം അതിന് തത്തുല്യമായ. അപ്പോൾ തത്തുല്യമായ ഫലം കൊടുക്കുക. ദൈവമക്കളായ നമ്മളൊക്കെ ജീവിതത്തിൽ സാക്ഷി പറയാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പറയാറുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ മക്കളും എപ്പോഴും അത് തന്നെ പറയും, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകം യേശു കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നിന്നെ എന്തിനു വേണ്ടി അനുഗ്രഹിച്ചു? തായ്തടി വളരാൻ വേണ്ടിയാണോ അനുഗ്രഹിച്ചത്? ഫലം കായ്ക്കാൻ വേണ്ടിയാണോ അനുഗ്രഹിച്ചത്? പലപ്പോഴും നമ്മൾ പറയുന്നത്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഈ തായ്തടി അങ്ങ് വളർന്ന് വലുതായി. പക്ഷേ ഫലം കായ്ക്കുന്നതിലേക്ക് യഹൂദൻ അവിടെയാണ് പരാജയപ്പെട്ടത്. അവൻ എപ്പോഴും ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. നമ്മളും അത് തന്നെ പറഞ്ഞു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. പക്ഷേ അനുഗ്രഹത്തിൻ്റെ യോഗ്യത എന്താണ്? അടയാളം എന്താണ്? സിമ്പൽ എന്താണ്? അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഫലം കായ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഫലം കായ്ക്കുവാൻ പ്രയോജനപ്പെടേണ്ടിയ അനുഭവങ്ങളൊക്കെയാണ് സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നത്. എന്നാൽ ദൈവം തന്നതിനെ നമ്മൾ ഫലം കായ്ക്കുന്ന ആ അനുഭവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിൻ്റെ ഒരു വലിയ ലിസ്റ്റാണ് ഈ 5-ാം അധ്യായം, യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. മറ്റുള്ളതിന് വേണ്ടി ഉപയോഗിച്ചു. ആർത്തി, ദാഹം,
വീടോട് വീട് കൂട്ടുക, വയലോട് വയൽ കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള അത്യാർത്തിയുടെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രേമഗീതം ഒരു വിലാപഗീതമായി വന്നത്. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ഭാഗം ആളുകളും പ്രസംഗശാസ്ത്രമൊക്കെ പഠിച്ചവരാ, നല്ലൊരു ഭാഗം ആളുകളും പഠിപ്പിച്ചവരുമാണ്. നമ്മളാരും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാലത്ത് പഠിപ്പിച്ചില്ല. അവരെ പ്രസംഗം തുടങ്ങേണ്ടത് എങ്ങനെയാണ്, സർപ്പസന്തതികളെ എന്ന് വിളിച്ച് തുടങ്ങണമെന്ന് നമ്മളാരും പഠിപ്പിച്ചില്ല. അങ്ങനെ തുടങ്ങിപ്പോയെങ്കിൽ ആ പ്രസംഗം ശരിയാകത്തില്ലെന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. കാരണം പ്രസംഗം തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും കേൾവിക്കാരൻ്റെ ശ്രദ്ധ മുഴുവനും എടുക്കാൻ തക്ക രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് വേണം പ്രസംഗിക്കാൻ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്, പ്രസംഗിച്ചത്. പക്ഷേ അത് കേട്ടിട്ടും പ്രഗത്ഭരായ ആളുകളൊക്കെ മുന്നോട്ട് വരുന്ന പ്രസംഗം കേൾക്കാനും അനുദപിക്കാനും മനസ്സാന്തരപ്പെടാനും ഒക്കെ വരുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ആ വാക്കൊക്കെ നമ്മളെ ഭയങ്കര ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ ആരുടെയും കാലിൻ്റെ ചുവട്ടിൽ ഒരു കോടാലി നമ്മളെ വെട്ടാൻ വെച്ചിരിക്കുന്നത് കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യോഹന്നാൻ്റെ ശബ്ദം. കോടാലി കാൽക്കൽ തന്നെ വെച്ചേക്കുന്നു, പക്ഷേ അത് കാണാനുള്ള കണ്ണിന് പ്രകാശനം ഉണ്ടാകുന്നില്ല, തക്കതായ ഫലം കായ്പാൻ കഴിയുന്നില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഏകജാതന് എങ്ങനെ സംരക്ഷിക്കാമോ അതുപോലെയാണ് എൻ്റെ ഓരോ മകനെയും മകളെയും ഞാൻ സംരക്ഷിക്കുന്നത്. ഒറ്റപുത്രനെ കരുതുന്നത് പോലെയാണ് ഞാൻ ഓരോരുത്തരെയും കരുതുന്നത്. പക്ഷേ ആ കരുതലിനനുസരിച്ചുള്ള ഫലം, യേശു കർത്താവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷത്തെ ഡിസൈപ്പിൾഷിപ്പ് എല്ലാം പഠിച്ചിട്ടും യൂദ ആ ശിഷ്യത്വത്തിൻ്റെ ഫലമില്ലാതെ തിരിഞ്ഞു പോകാനിടയായി തീർന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 6:6 യേശു കർത്താവ് അനേക പ്രാവശ്യം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലെല്ലാം ഈ ലോകത്തിൽ യേശു കർത്താവ് ആയിരുന്നപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ യേശു കർത്താവ് ഒരു ശാപവാക്ക് പറഞ്ഞിട്ടുള്ളൂ. അതെപ്പോഴാണ്? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ നോക്കി മാത്രമേ കർത്താവ് ശപിച്ചുള്ളൂ. വേറെ ഞാൻ ഓർക്കുന്നില്ല. അതേ കാര്യം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പറയുന്നു. ഭൂമി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും അതിന് തക്കതായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ശാപയോഗ്യമത്രേ. ദൈവസഭയെല്ലാം പ്രസംഗിക്കുന്നത് വിശ്വാസം, വിശ്വാസം, വിശ്വാസം. എന്നാൽ യേശു കർത്താവും യോഹന്നാൻ സ്നാപകനും എബ്രായ ലേഖനകാരനും എല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞത് വിശ്വാസത്തെക്കാളധികം ഫലം കായ്ക്കണം, അല്ലെങ്കിൽ വളരെ തിക്താനുഭവങ്ങളുടെ ഒരു വലിയ ലിസ്റ്റിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഫലം കായ്ക്കാൻ കഴിയും? ഹല്ലേലൂയ. ജോൺ വെസ്ലി ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാരൊക്കെ വന്നിരുന്ന ആ സഭയിൽ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുന്ന ഒരു പ്രഭു പറഞ്ഞു, ഇത് ആ പരസ്യ സ്ഥലത്താണ് പോയി പ്രസംഗിക്കേണ്ടത്. ജോൺ വെസ്ലി പറഞ്ഞു, പരസ്യ സ്ഥലത്ത് പോകുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നായിരിക്കും ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രഭുക്കന്മാരോടാണ് ഞാൻ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കുന്നത്.
ഒരു ദൈവദാസൻ ഒരു ദിവസം പ്രസംഗിച്ചു, അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ശരിക്കും അനുതപിക്കുന്ന ഒരു കൈ ഉയർത്താൻ പറഞ്ഞു. എല്ലാവരും കരഞ്ഞോണ്ട് കൈ ഉയർത്തി. ആ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ അടുത്ത വാചകം പറഞ്ഞു, പ്രധാന ദൂതനായ മീഖായേലേ, കപടഭക്തിയോടെ കൈ ഉയർത്തിയ കൈകളെ എല്ലാം ഇപ്പം തന്നെ വെട്ടിക്കളയണേ എന്ന് പറഞ്ഞു. എല്ലാ കൈകളും താഴെ ഇട്ടു. അപ്പോൾ വേദപുസ്തകം ഫലം കായ്ക്കണം എന്ന് പറഞ്ഞത് വളരെ വേദനാജനകമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചരിത്രത്തിൽ നടന്ന യേശുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വിശദമായിട്ട് നമ്മെ പഠിപ്പിച്ചു. ആ അർത്ഥം, അതിൽ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക ചരിത്രത്തിൻ്റെ ഭാഗമല്ല, വിശ്വാസ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മറ്റേതൊക്കെ ഈ അക്ഷരിക ലോകത്തിൽ സംഭവിച്ച ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കാം, കാരണം അത് വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രം സാക്ഷ്യമാണ്. സ്വർഗാരോഹണത്തെ എതിർക്കാം, കാരണം അത് വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രം സാക്ഷ്യമാണ്. എന്നാൽ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ക്രൂശിലെ മരണം, യേശുവിൻ്റെ അടക്കം, ഇതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ആഴമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിലും പൗലോസ് അനേക ഭാഗങ്ങളിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ ജീവിതത്തിൽ തക്കതായ ഫലം കായ്ക്കണം. എൻ്റെ ആയുഷ്കാലത്ത് കണ്ടതിലേക്ക് ഏറ്റവും ഭക്തന്മാരായ 2 മനുഷ്യർ, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞ് അനുതപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞ് ക്ഷമിക്കണേ കർത്താവേ. ഞാൻ അവരോടൊപ്പം വളരെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് പോലും ഒരിക്കലും കണ്ടിട്ടില്ല. അവരെക്കുറിച്ചൊരു പരാജയം ഒരിടത്തും പറയാനില്ല. പക്ഷേ അവരാണ് ഏറ്റവും ചങ്ക് പൊട്ടി കരഞ്ഞ് അനുതപിക്കുന്നവർ. അതൊരു വലിയ സത്യമാണ്. ഹല്ലേലൂയ. അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.